മോട്ടോർ വാഹന വകുപ്പിന്റെ പുതിയ സർക്കുലർ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കൊണ്ടോട്ടി സബ് റീജിയണൽ കാര്യാലയത്തിന് കീഴിലുള്ള ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും ജീവനക്കാരും ഡ്രൈവിംഗ് ടെസ്റ്റ് ബഹിഷ്കരിച്ചു. തുടർന്ന് സബ് ആർടി ഓഫീസിന് മുൻപിൽ നടത്തിയ ധർണ CP റഷീദ് ഉദ്ഘാടനം ചെയ്തു. ജീവിക്കാനായി അനുമതി നൽകും കരിനിയമങ്ങൾ നടപ്പിലാക്കിയ ഗണേഷ് കുമാറെ നിങ്ങൾക്കെതിരെ ഉയരുന്നു പ്രതിഷേധത്തിൻ തീജ്വാല. ഡ്രൈവിംഗ് സ്കൂൾ അടച്ചിട്ടാണ് ബഹിഷ്കരണ സമരം നടക്കുന്നത്. സംസ്ഥാന വ്യാപകമായി നടക്കുന്ന സമരത്തിന്റെ ഭാഗമായാണ് കൊണ്ടോട്ടിയിലും പ്രതിഷേധം നടന്നത്. ഒന്നാമത്തെ അതൊന്നും ഈ കാലഘട്ടത്തിലെ ഇതിന് പരിഷ്കാരത്തിനൊന്നും നമ്മൾ എതിരല്ല. എല്ലാം ഞങ്ങൾ ആവശ്യമാണ്, ഞങ്ങൾ അതിൻ്റെ കൂടെ നിൽക്കുകയും ചെയ്യും. പക്ഷേ ഈ സർക്കുലറിൽ പറയുന്ന 15 വർഷം കഴിഞ്ഞ വണ്ടികൾ പറ്റൂല എന്ന് പറയുന്നതും അതുപോലെ ഗ്രൗണ്ട് ഒരുക്കാതെ പെട്ടെന്നുള്ള ഈ തീരുമാനത്തിനെതിരാണ് ഞങ്ങളെല്ലാവരും. ഈ പെട്ടെന്നല്ലാതെ നമുക്ക് സാവധാനം ഇത് നടപ്പിലാക്കണതിന് ഞങ്ങൾ എന്തായാലും ഇതിൻ്റെ കൂടെ നിൽക്കും. ഈ പെട്ടെന്ന് നാളെ തന്നെ ഇത് നടപ്പിലാക്കണം എന്ന് പറഞ്ഞ് ഇത് ഗ്രൗണ്ടൊന്നും ഒരുക്കാതെ ഒരു പ്രാഥമികമായിട്ട് ഒരു ഗ്രൗണ്ടോ കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ പെട്ടെന്നുള്ള ഈ തീരുമാനത്തിനെതിരാണ് ഞങ്ങളുള്ളത്. മന്ത്രിയുടെ ഈ തീരുമാനത്തിനെതിരെ പുതിയ സർക്കുലറിൽ പറഞ്ഞ കുറേ പ്രശ്നങ്ങൾ നിലവിൽ നമ്മളിവിടെ ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന് ഡേറ്റ് കിട്ടിയിട്ട് കേരളത്തിലൊട്ടുക്ക് ഏകദേശം ഒരു 9 ലക്ഷം പേര് ആളുകളും വെയിറ്റിങ്ങിലാണ്. ഡ്രൈവിംഗ് ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്ന നിലവിലുള്ള സംവിധാനം എന്ന് പറഞ്ഞാൽ ഓഫീസുകൾ ഒരു MBA ഒരു ബാച്ച് 60 ടെസ്റ്റ് എന്നാണ്. അത് 2-3 MBAമാരുള്ള സ്ഥലങ്ങളിലൊക്കെ അതിനനുസരിച്ച് ബാച്ചുകൾ നടത്തിയിരുന്നു. അപ്പം കേരളം മൊത്തക്കും അത് 30 ചുരുക്കി വിടുന്നു. അതിൽ തന്നെ 20 ഫ്രഷും 10 ഫെയിലായ 10 ടെസ്റ്റും അങ്ങനെ 30 കുറച്ചുണ്ട്. ഇപ്പം നിലവിൽ 5000 ലേണേഴ്സ് കഴിഞ്ഞ ആളുകൾ പെൻഡിങ്ങിൽ കൊണ്ടോട്ടി ഓഫീസിൻ്റെ കീഴിൽ തന്നെ ഉണ്ട്. ഇവരൊക്കെ ഡേറ്റിന് വേണ്ടി വെയിറ്റിങ്ങിലാണ് ടെസ്റ്റ് നടത്തുന്നത്. ഈ ഒരു സംവിധാനം വെച്ചിട്ട് നമ്മൾ എത്ര കാലം കൊണ്ട് ടെസ്റ്റ് തീർക്കാൻ കഴിയുമെന്ന് അറിയില്ല. ആകെ ലേണേഴ്സിന് 6 മാസത്തെ കാലാവധി ഉണ്ടാവുക. അപ്പോൾ 6 മാസം കൊണ്ടൊന്നും ടെസ്റ്റ് നടത്തി തീരാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് നമ്മളെ ഡേറ്റിൻ്റെ എണ്ണം കുറച്ചതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. ധർണയിൽ ലത്തീഫ്, സഹീർ, ഇർഷാദ് ഇടിമുഴിക്കൽ, KC ഹനീഫ എന്നിവർ പ്രസംഗിച്ചു. ഈസ്റ്റ് ലൈവ് കൊണ്ടോട്ടി.